നെയ്യാറ്റിൻകരയിൽ വീണ്ടും നാടകീയമായ രംഗങ്ങളെന്നാണ് ഏറ്റവും പുതിയ വാർത്ത പങ്കുവയ്ക്കാനുള്ളത്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, അവിടെ നിന്നും ഈ സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ മക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? മോത്തി സബ് കളക്ടർ ഇപ്പോൾ ഈ സംഘടനാ നേതാക്കളുമായും കുടുംബത്തോടൊക്കെ ചേർന്ന് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ നടപടികൾ, അതായത് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് നടപടികൾ പൂർത്തിയാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സംഘടനാ നേതാക്കളെയും കുടുംബത്തിന്റെ പ്രതിനിധികളെയും ഒക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സബ് കളക്ടറുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇനി നടപടികൾ ഉണ്ടാവുക. അത് എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല. ഈ സംഘടനാ നേതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നത്, അതായത് ഈ മൃതദേഹം പുറത്തേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടർ പുറത്തിറക്കിയ സർക്കാർ ഇപ്പോൾ ഈ സബ് കളക്ടർ വിളിച്ച് ചർച്ചയ്ക്ക് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ചർച്ചയ്ക്ക് 4 പേര് പോയിട്ടുണ്ട്. വക്കീല്, പിന്നെ മകൻ, ഇളയ മൂത്ത മകൻ, പിന്നെ സംഘടന കൗൺസിലർ, പിന്നെ യശോന്തോഷത്തിൻ്റെ മൂത്തി. അതായത് ഇവിടെ 2 സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സംഘങ്ങൾ തമ്മിലുള്ള ചെറിയൊരു സംഘർഷാവസ്ഥയാണ് ഈ പുറത്ത് കാണുന്നത്. അതായത് ഇവിടെ നിന്ന് കുടുംബം നേരത്തെ സബ് കളക്ടർ അറിയിച്ചതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ സംഘടനയുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, സബ് കളക്ടർ തുടങ്ങിയവരാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് ഒരു ചർച്ച നടത്തുക. ഈ ചർച്ച പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമാവുക എന്നാണ് സബ് കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മകനെ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്.